പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് അനുമോളോടുള്ള സ്നേഹം അനീഷ് തുറന്നു പറയുകയാണ്. അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്തുകൊണ്ടുള്ള ഇന്നത്തെ പ്രമോ നിമിഷ നേരം കൊണ്ടാണ് വൈറലായത്. രണ്ടുപേരും ഊഞ്ഞാലയിൽ ഇരുന്നുകൊണ്ട് പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്ന് അനീഷ് അനുമോളോട് പറയുന്നു. ചേട്ടൻ 2-3 തവണ ഇന്നലെ എഴുന്നേറ്റിരിക്കുന്നത് താൻ ശ്രദ്ധിച്ചു എന്ന് അനുമോൾ തിരിച്ചും പറയുന്നു. അനുമോൾക്ക് തന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന് അനീഷ് അനുമോളോട് ചോദിക്കുന്നുണ്ട്. ആദ്യമൊക്കെ തനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നും എന്നാൽ ഇപ്പോൾ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന സ്വഭാവമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അനീഷ് എന്നുമാണ് അനുമോൾ മറുപടി നൽകിയത്. എടുത്ത വായിക്ക് എന്നാൽ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അനീഷ് അനുമോളോട് ചോദിക്കുകയാണ്. പെട്ടെന്ന് കേട്ടപ്പോൾ അനുമോൾക്ക് അത് ഷോക്കാവുകയും ചെയ്തു. ചേട്ടനെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തെങ്കിലും പ്രാങ്ക് ആണോ എന്ന് വരെ അനുമോൾ ചോദിച്ചു. പക്ഷെ അത് പ്രാങ്ക് ആണെന്ന് തോന്നുന്നില്ല. മനസ്സിൽ തട്ടിയാണ് അനീഷ് അനുമോളോട് അത് ചോദിച്ചത്. ഞാൻ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി തരൂ എന്ന് അനീഷ് അനുമോളോട് വീണ്ടും ചോദിക്കുകയാണ്. എന്നാൽ അനുമോൾ ഒരു വ്യക്തമല്ലാത്ത മറുപടിയാണ് അനീഷിന് നൽകിയത്. പ്രൊപ്പോസ് അക്സെപ്റ്റ് ചെയ്തതുമില്ല, എന്നാലോ റിജക്റ്റ് ചെയ്തതുമില്ല. തന്റെ മാതാപിതാക്കൾക്ക് തന്റെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ താൻ എന്തായാലും വിവാഹം കഴിക്കുമെന്നും പക്ഷെ ആ വിവാഹം ഇപ്പോഴുണ്ടായിരിക്കില്ല. 2-3 വർഷം തനിക്ക് സമയം വേണം വിവാഹത്തിന്. കാരണം തനിക്ക് വിവാഹത്തിന് മുമ്പേ ലൈഫിൽ സെറ്റിൽ ആവണമെന്നാണ് ആഗ്രഹം. സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രമേ താൻ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ എന്നും അനുമോൾ മറുപടി നൽകി. എന്നാൽ അനീഷ് ചോദിച്ച ചോദ്യത്തിന് ഒരു ക്ലിയറായ മറുപടിയല്ല അനുമോൾ നൽകിയത്. അതുകൊണ്ട് തന്നെ അനീഷിന് ആ സമയം ദേഷ്യം വരികയും ഊഞ്ഞാലയിൽ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്തു. ആ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതൊരു പ്രാങ്ക് അല്ല. അനീഷ് മനസ്സിൽ തട്ടി തന്നെയാണ് അനുമോളോട് ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. എന്തായാലും അനീഷിന് അത് നല്ല വിഷമമായിട്ടുണ്ട്. ഈ ഒരു കാരണത്താൽ അനീഷിനെ ഗെയിമിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല എന്നും അനീഷിന്റെ ഇപ്പോഴുള്ള ഹൈപ്പ് കുറഞ്ഞു പോകാനും സാധ്യതയുണ്ട് എന്നുമാണ് പ്രേക്ഷകരുടെ അഭിപ്രായം.